ഈ വീക്കിൽ ജയിൽ നോമിനേഷൻ ചെയ്ത് ജയിലിലാക്കിയത് അനീഷിനെയും അനുമോളെയാണ്. അനീഷിനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് 4ാമത്തെ വീക്കിലാണ് ജയിലിലാക്കുന്നത്. അനീഷ് ജയിലിൽ കിടന്ന് ബിഗ് ബോസിനോട് സംസാരിക്കുകയാണ്. അനുമോൾ ഒന്നും മിണ്ടാതെ കേട്ട് കിടക്കുന്നു. ബാത്റൂമിൻ്റെ ഒരു ഇഷ്യൂ ക്യാപ്റ്റനോട് പറഞ്ഞ്, അതിനാണോ ബിഗ് ബോസ് എന്നെ ഈ ജയിലിൽ കൊണ്ടിട്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഒരു തവണ ജയിലിൽ വരുമ്പോൾ ഓക്കെ, 2 തവണ ഓക്കെ, 3ാമത്തെ തവണ സഹിക്കാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 4ാമത്തെ തവണ ജയിലിലിടുക എന്ന് വെച്ചാൽ എന്താണ് ബിഗ് ബോസ് ഇത്? എനിക്ക് അറിയാവുന്നതുകൊണ്ട് ചോദിക്കുക. ആദ്യത്തെ തവണ വന്നപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 4 തവണ അടുപ്പിച്ച് മൊത്തം 5 തവണ, 11 വീക്കിൽ 5 തവണയും അനീഷ് ജയിലിൽ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ബിഗ് ബോസ്? എനിക്ക് മനസ്സിലാവാഞ്ഞുകൊണ്ട് ചോദിക്കുക. എനിക്കിത് മനസ്സിലാവുന്നില്ല. എനിക്കെൻ്റെ തെറ്റ് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ്. ഒന്ന് പറഞ്ഞു തരുമോ? എന്തുകൊണ്ട് ഞാനിങ്ങനെ ജയിലിലേക്ക് വന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിഗ് ബോസ് എങ്കിലും ഒന്ന് പറയുമോ? എന്തുകൊണ്ട് ഞാൻ ക്യാപ്റ്റൻസിയിൽ നിന്ന് തഴയപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിഗ് ബോസ് തന്നെ ഒന്ന് പറയുമോ? കള്ളത്തരം ചെയ്ത ആൾ പുറത്ത് വിലസിയിട്ട് ക്യാപ്റ്റൻസിയിൽ വരുന്നു, ഞാൻ ജയിലിലും വരുന്നു. എനിക്ക് മനസ്സിലാവുന്നിട്ട് ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ? ബിഗ് ബോസ് എങ്കിലും ഒന്ന് മനസ്സിലാക്കണം. ഞാനൊരു ചീത്ത മനുഷ്യനല്ല ബിഗ് ബോസ്, ഞാനൊരു ചീത്ത മനുഷ്യനല്ല. എന്നെ നല്ല മനുഷ്യനായിട്ട് കൂട്ടണ്ട ബിഗ് ബോസ്. പക്ഷെ ഞാൻ ചീത്ത മനുഷ്യനല്ല. സത്യത്തിൽ അനീഷിനോട് ചെയ്തത് അങ്ങേയറ്റത്തെ അനീതിയാണ്. അനീഷ് ഏറ്റവും നന്നായിട്ട് ഗെയിം കളിച്ച് സത്യസന്ധമായിട്ട് ഗെയിം കളിച്ച ഒരു വ്യക്തിയാണ്. വീക്കിലി ടാസ്കിൽ 2nd റൗണ്ടിൽ വന്ന് സത്യസന്ധമായിട്ട് ആരെയും മോഷ്ടിക്കാതെയും കക്കാതെയും പിടിച്ചു പറിക്കാതെയും വന്ന ഒരു വ്യക്തിയെ ക്യാപ്റ്റൻസിയിലോട്ട് നോമിനേറ്റ് ചെയ്യാതെ ജയിലിലോട്ട് നോമിനേറ്റ് ചെയ്തത് അങ്ങേയറ്റം തെറ്റ് തന്നെയാണ്. ഇത് ലാലേട്ടൻ വരുമ്പോൾ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു കേസ് തന്നെയാണ്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ലാലേട്ടൻ ചോദിച്ചു ആരൊക്കെയാണ് അനീഷിനെ നോമിനേറ്റ് ചെയ്തത്. ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാവരും വന്ന് അക്ബറിൻ്റെ ഒരു ഗ്യാങ്ങിൽ തന്നെയാണ് ചുറ്റിപ്പറ്റി വരുന്നത്. ഇത്രയും എത്ര പേര് കൊഴിഞ്ഞു പോയാലും വീണ്ടും ആൾക്കാർ അക്ബറിൻ്റെ ഗ്യാങ്ങിലോട്ടാണ് വരുന്നത്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോമിനേറ്റ് ചെയ്യത്തില്ല. അവിടെ സഹകരിക്കാതെ നിൽക്കുന്ന ഒരാളെ നോമിനേറ്റ് ചെയ്യത്തുള്ളൂ. യഥാർത്ഥത്തിൽ അക്ബർ ഈ എല്ലാവരുടെ കൂടെ സംസാരിക്കുന്നെങ്കിൽ അക്ബർ ഇത്രയും തെറ്റ് ചെയ്യുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അക്ബർ ഒറ്റപ്പെട്ട് കരയുമായിരുന്നു ഇന്നലെ ലൈവിൽ, അക്ബറിനോട് ആരും സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അടുത്ത ഒരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.